മലയാളികളായ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ 5, 6 ദിവസമായി ജയിലിലാണ്. പക്ഷേ അവരെക്കുറിച്ച് പിണറായി വിജയൻ ഒന്നും മിണ്ടുന്നില്ല. മൗനത്തിലാണ്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, പിണറായി വിജയന് അറിയാം എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കണ്ട എന്നുള്ളത്. ഇതിൻ്റെ നിജസ്ഥിതി ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിണ്ടാത്തത്. കാരണം അതിനകത്ത് ചിലപ്പോൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തണമല്ലോ, നേരിടണമല്ലോ രാഷ്ട്രീയപരമായിട്ട് ഏത് കാര്യത്തെയും, നല്ലതായാലും മോശപ്പെട്ടതായാലും. അതിന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനുള്ള ചില ചാവേറുകൾ പോയിട്ടുണ്ട്. ഏതാ നമ്മുടെ റഹീമും ബാച്ചും ഒക്കെ. പിന്നെ എന്തിനും ഏതിനും CPM-ൻ്റെ കൂടെ നിൽക്കുന്ന CPI-യിലെ ആനി രാജയും പിന്നെ CPM-ലെ തന്നെ വൃന്ദ കാരാട്ടും കൂടെ ഒക്കെ പോയിട്ടുണ്ട്. വൃന്ദ കാരാട്ടൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് പറയും. റഹീം എത്ര ഇംഗ്ലീഷിനെ വികലമാക്കാവുന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരും. അല്ല, അഡ്വക്കേറ്റാണ്. മലയാളത്തിൽ ബാധിക്കാം. പിന്നെ നിയമസഭയിൽ അല്ല, പാർലമെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. ഓക്സ്ഫോർഡ് സർവകലാശാല പോലും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കേട്ട് നടുങ്ങി നിൽക്കുകയാണ്. അത് പ്രത്യേകം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ടല്ലേ. ഏറ്റവും മികച്ച ഇംഗ്ലീഷ് പറയുന്ന MP-യും ശശി തരൂരും, ഏറ്റവും മോശം ഇംഗ്ലീഷ് പറയുന്ന MP-യും കേരളത്തിലാണ്. അങ്ങനെ 2 സംഭാവനകളുണ്ട്. അതെ അതെ, അയ്യോ, ഞാനത് ആലോചിക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരു സംസ്ഥാനത്താണ്. ഇവരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇങ്ങനെയുള്ളത് കണ്ടിട്ട് മനം മടുത്തായിരിക്കും ഒരുപക്ഷെ തരൂര് ഇവിടെ വിട്ട് പോകുന്നതും. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ പിണറായി വിജയന് അല്ല, പക്ഷെ മലയാളികൾക്ക് അഭിമാനിക്കാമല്ലോ. മികച്ചതും മോശവും കേരളത്തിലാണല്ലോ. അതെ, അങ്ങനെയുണ്ട് കേട്ടോ. അതുകൊണ്ട് റഹീമിനെ കൃത്യമായിട്ട് ആൾക്കാർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കുറേ പേരുണ്ടല്ലോ ഇങ്ങനെ, ചിന്തോ ജെറോം, ഇവരൊക്കെ അവരുടെയൊക്കെ ഗവേഷണ പ്രബന്ധമൊക്കെ മലയാളികൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയന് ഇപ്പം ഛത്തീസ്ഗഡിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ മറ്റ് ചില വിഷയങ്ങളിലേക്കൊക്കെ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗാസയിലേക്കൊക്കെ അദ്ദേഹം പോകും. ആ വിഷയങ്ങളിലേക്ക് പോകും. ഇദ്ദേഹം ഈ ഇരിക്കും. എന്നിട്ട് പിന്നീട് അവസരത്തിനനുസരിച്ച്, അതായത് ചില രാഷ്ട്രീയ നീക്കം വരുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് വോട്ടാക്കുന്നതായിരത്തിലുള്ള പ്രസ്താവനയ്ക്ക് ഇദ്ദേഹം എപ്പോഴും പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. പിന്നെ ഇവരെയും UDF-നെയും മുസ്ലിം ലീഗിനെ. അപ്പം ഞാൻ ചോദിച്ചിട്ട്, കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർ VD സതീശനെതിരെ അല്ല വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ അതിലൊക്കെ നല്ല മര്യാദക്കാരന്മാരാണ്. കുഞ്ഞാലിക്കുട്ടി പിന്നെ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുന്നത് ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല. പലതവണ വോട്ടെടുപ്പിൽ പോലും പങ്കെടുക്കാറില്ല. അതെ, പറയും വിമാനം വൈകി പോയി. കുഞ്ഞാലിക്കുട്ടിയൊക്കെ വളരെ തന്ത്രപൂർവ്വമാണ് കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ. എന്തെവിടെ കൊടുക്കണം എന്നറിയാം. ഇപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി വെള്ളാപ്പള്ളിക്കെതിരെ അടിക്കാത്തത് എന്തുകൊണ്ടാണ്? കാര്യം ഇതൊക്കെ വോട്ടായി മാറുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. കുഞ്ഞാലിക്കുട്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ 2026 അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്. ലീഗാണ് അധ്വാനിക്കുന്നത്. 2026 കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ലീഗിന് കൊടുക്കണം. അപ്പോൾ എവിടെ പറയണമെന്നുള്ളത് പിണറായിക്കും അതുപോലെയാണ്. എല്ലാ കാര്യങ്ങളിലും അത് അങ്ങനെ പറയത്തില്ല അവർ. നരേന്ദ്രമോദിയെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയോ അടച്ച് വിമർശിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ അതിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും? മറ്റ് രാഷ്ട്രീയത്തിൽ ഇടപെടണമല്ലോ, രാഷ്ട്രീയപരമായിട്ട്. അതോ ഈ സഭകളുമായി ഒരു അകലം സൂക്ഷിക്കാൻ എപ്പോഴും പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്. നാം കണ്ടിട്ടുണ്ട്. പണ്ട് നികൃഷ്ടജീവി അല്ലേ? അതെ, അങ്ങനെ പോലും വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആണോ? പിന്നെ നികൃഷ്ടജീവികൾ എന്ന് നമ്മുടെ ഈ സമയത്തായിരുന്നു തോന്നുന്നു, പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുമ്പ്, അതായത് ഈ പശ്ചിമഘട്ട മലനിരകൾ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്
അവിടെയൊക്കെ ഈ ചില സഭകളുമായിട്ട് വലിയ അടുപ്പം പിണറായി വിജയനുണ്ട്, ചിലരുമായിട്ട് അകന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെയൊക്കെ തന്ത്രപൂർവ്വം ഇണക്കി കൊണ്ടുപോകാനും ചില സമയത്ത് അദ്ദേഹം ബിരുദനാണ്. ഇനിയിപ്പോൾ നോക്കിക്കോ, 26-ലെ തെരഞ്ഞെടുപ്പിന് ഏത് തരത്തിലുള്ള തന്ത്രമായിരിക്കും മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായ കാര്യം. ഈ സഭയുടെ വിഷയത്തിലൊക്കെ ഇപ്പം ഇവിടെ എന്തുകൊണ്ട് ഇവിടെ കേരളത്തിലെ BJP ഘടകത്തിനോട് എതിർക്കുന്നുണ്ടോ? ഇവിടുന്ന് BJPയിൽ പലരും പോയല്ലോ ഛത്തീസ്ഗഡിലേക്ക്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. RSS പ്രതികരിച്ചിട്ടുണ്ട് അല്ലേ, സംസ്ഥാന BJP ഘടകത്തിന് എതിരെ. അതിൻ്റെ കോട്ടം ഉണ്ടാകുമെന്നുള്ള കാരണം ഈ സഭകളുമായിട്ട് കൂടുതൽ BJP അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലും ദേശീയ തലത്തിലും അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരവസരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാനിരിക്കുകയായിരുന്നു BJP. അപ്പോഴാണ് ഈ സംഭവം ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ, അതിന് കൂട്ടു നിൽക്കുന്ന ഈ ഇന്ത്യ മുന്നണിയിലുള്ള ചിലരൊക്കെ. അപ്പോൾ പിണറായി വിജയൻ ഇതിനകത്ത് അങ്ങനെ ഇടപെടത്തില്ല. കാരണം ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയോ ഒന്നുമല്ല, പാർട്ടി സെക്രട്ടറി എന്നുള്ളത്, പക്ഷേ പാർട്ടി സെക്രട്ടറിയെ എല്ലാമായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ അവിടെ അതുകൊണ്ട് വേറെ തരത്തിൽ പ്രതികരിക്കത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മുഹമ്മദ് റിയാസിനെങ്കിലും അങ്ങോട്ട് പറഞ്ഞുവിടായിരുന്നു. അദ്ദേഹം പോയി 2 റീൽസ് എല്ലാം എടുത്ത് വരും. അതെ, റിയാസ് എന്തിനും ഏതിനും പിന്നെ പ്രതികരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ജയിലിലാതെ കന്യാസ്ത്രീകളല്ല ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്തൊരു ക്രൈസ്തവ പ്രേമമാണെന്ന് നോക്കണേ. ഈ ക്രൈസ്തവ പ്രേമം കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പിന്നെ റിയാസിൻ്റെ ആയാലും ഒക്കെ തന്നെയുള്ള ഈ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ വോട്ട് BJPയിലേക്ക് പോയി എന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം UDFന് മുതലെടുക്കാമെങ്കിൽ മുതലെടുക്കാൻ പറ്റിയൊരവസരമാണ് ഇത് കേരളത്തിൽ. അതെത്ര ശക്തമാകുമെന്ന് നമുക്കറിയത്തില്ല UDFന്. കാരണം അത് ലീഗ് കോൺഗ്രസിനകത്ത് കൂടുതൽ UDFിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവർ അകന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. ക്രൈസ്തവർക്ക് വലിയ പ്രാധാന്യം നമുക്കറിയാം. നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവരൊക്കെ തന്നെ നല്ല പങ്കും കോൺഗ്രസ്സുകാരാണ്, UDF അനുഭാവമാണ് എന്നറിയാം. പക്ഷേ ഈ ലീഗിൻ്റെ ഈ ഒരു വലിയ അപ്രമാദിത്വമാണ് കോൺഗ്രസിനും UDFിനും വലിയ നാശം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയാൽ എത്ര വിജയിക്കും എന്നുള്ളതും നീ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.